Good afternoon, all. Good afternoon. Good afternoon. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. ഞാനാണ് പ്രയർ പറയാനുള്ളത്. ഞാൻ തസ്മിയ. इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना. इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना. हम चले एक रास्ते पे हमसे बोल कर भी कोई बोल होना. इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना. हम चले एक रास्ते पे हम पे बोल कर भी कोई बोल होना. इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना. Good afternoon. Time and thought of the day. Hi all, good afternoon ma'am. ഞാനാണ് സൈനിൻ പറയുന്നത്. Esteemed teacher and my dear friends, today is a pleasure to welcome you all for today's class. We are where we come together to learn and grow. We are excited to embark on this today's lesson, which promise to bring new knowledge and opportunities for everyone. Let's make the most of this time together, active by participating and staying curious. Once again, welcome all to our class and thank you. Thought of the day. Thought of the day ഞാനാണ് പറയുന്നത് മിഥുന. Life and time are the world's best teachers. Life teaches to make good use of time, and time teaches to the value of life. APJ Abdul Kalam. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ടൈഫോയിഡ് വരെ പറഞ്ഞു നിർത്തി തോന്നുന്നു. ടൈഫോയിഡ് പറഞ്ഞു അല്ലെങ്കിൽ അത് വരില്ലേ പറഞ്ഞിരിക്കണേ? സോ ഇനി നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസിന്റെ പേര് മീസിൽസ് ആണ്. അപ്പൊ ഞാൻ ആരോഗ്യോട് ചോദിച്ചു മീസിൽസിന്റെ മലയാളം എന്താണെന്ന് അറിയോന്ന്. എന്തായിരുന്നു അത്? അഞ്ചാം പനി. അഞ്ചാം പനി അല്ലെ? അതിലും വന്നിട്ടുണ്ടോ അത്? കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ. റെഡ് കളറിലുള്ള ഡോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു മേത്ത്? ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ എത്ര വയസ്സുള്ളപ്പോഴാണ് വന്നത്? ഒരു 7-8 വയസ്സുള്ളപ്പോ. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസിൽസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് വാക്സിൻ അവൈലബിൾ ആണ്. MR വാക്സിൻ അറിയോ നിങ്ങൾക്ക്? MR വാക്സിൻ, MMR വാക്സിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? 9 മാസത്തിലും 1.25 വയസ്സിലും എടുക്കുന്ന 2 വാക്സിൻസ് ആണ് MR വാക്സിനും MMR വാക്സിനും. MR മീസിൽസ് ആൻഡ് റുബെല്ല, MMR മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. അങ്ങനെ 2 വാക്സിൻസ് ആണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻസ്. ഇത് കോമൺലി കാണുന്ന 6 to 3 ഏജസിലുള്ള കുട്ടികളിലാണ് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത്.
ഈ അസുഖം വന്നാൽ ഡിസബിലിറ്റീസ്, ഞാൻ ഈ പറഞ്ഞൊരു ഏജിലാണെങ്കിൽ കുട്ടികൾക്ക് ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഏത് 5-ാം വരി എന്ന് പറയുന്നത്. ഫീവർ, റെഡ് ഐസ് മീസിൽസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫേസ് റെഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ മീസിൽസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കാണുന്നത്. വൊമിറ്റിംഗ് ഒക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്, സിംറ്റംസ് ആയിട്ട് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത് വരാതിരിക്കാൻ നോക്കുക എന്നതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് MR വാക്സിൻ എടുത്തിട്ടുണ്ടോ, MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ കണ്ണീരിലൂടെ സ്പ്രെഡ് ചെയ്യും. ക്ലോസ് കോണ്ടാക്റ്റിലൂടെ ഇത് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ 5-ാം വരി എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അസുഖം കാണുന്നത്. അപ്പോ ഇങ്ങനൊരു അസുഖം നമ്മൾ കേട്ടിട്ടുണ്ടാവും, 5-ാം പനിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കോമൺലി കാണുന്ന ഒരു അസുഖമാണ്. അത്ര കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ വാക്സിൻസ് എടുക്കാത്തവരുടെ കേസിലാണ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. മീസിൽസിന് എടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാ പറഞ്ഞത്? MMR. MMR. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. MMR എന്ന് പറയുമ്പോ മീസിൽസ്, മംസ്, റുബെല്ല. MR എന്ന് പറയുമ്പോ മീസിൽസ്, റുബെല്ല. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നമ്മളുടെ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സ്റ്റുഡൻസ് എടുക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. 2 വാക്സിൻസിനെ കുറിച്ചിട്ടും അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ടെസ്റ്റിലേക്ക് പോവാം. It is a common disease among the school children and it's caused by a virus. Measles എന്ന് പറയുന്ന വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. In the beginning there was a cold cough fever. തുടക്കത്തിൽ കോൾഡ് കഫ് ഫീവർ ഒക്കെ ആയിരിക്കും കാണാം. After a few days red spot appears. കുറച്ച് ദിവസത്തിന് ശേഷം റെഡ് കളറിലെ സ്പോട്ട്സ് അപ്പിയർ ആവും. Immunization is very important against measles. മീസിൽസിനെതിരെ ഇമ്മ്യൂണൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് നമുക്ക് വാക്സിൻസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ ഡിസബിലിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡിസീസ് ആണ് കോളറ. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ള അസുഖമാണ് കോളറ എന്ന് പറയുന്നത് അല്ലെ. കോളറ സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. ഈ കോളറ സ്പ്രെഡ് ചെയ്യുന്ന മൈക്രോബ്സിന്റെ പേര് ഇതുവരെയും ടെസ്റ്റിൽ ഒന്നിന്റെയും പേര് പറഞ്ഞില്ല. ഏത് വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളുടെ ഈ ഒരു പോർഷനിൽ പറയുന്നുണ്ട് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. Okay. This is another epidemic which is caused by a microbe named as Vibrio cholera. It affects the small intestine. It spread through food, vegetable, drinking water, etc. Severe vomiting and loose motion followed by thirst are the common symptoms. ഇത്രയും കാര്യങ്ങളാണ് കോളറ എന്ന് പറയുന്ന അസുഖത്തിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിൽ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ, സിവിയർ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ അത് വേറെ ഏതോ ഒരു അസുഖത്തിന്റെ സിംറ്റം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതായിരുന്നു അത്? ഡിസെൻട്രി. ഞാൻ പറഞ്ഞു ഈ വോമിറ്റിങ്ങും ലൂസ് മോഷനും നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷെ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് എപ്പോഴാണ് അതിന്റെ ലെവൽ വിടുന്നത് അല്ലെങ്കിൽ ആ ഒരു തീവ്രതയിലേക്ക് വരുന്നത്? ഏതൊരു കാര്യം കൂടി എന്തൊക്കെ സംഭവിക്കുമ്പോഴാണ് നരജലീകരണം സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 to 20 liters ഓഫ് വാട്ടർ
നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നാണ്. നമ്മുടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ കോളറ എന്ന് പറയുന്ന അസുഖത്തിന് മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ ആ ഒരു വ്യാപ്തി ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി കൂട്ടാനായിട്ട് ഡീഹൈഡ്രേഷൻ ആണ് കാരണം. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടയാനായിട്ട് പറ്റില്ല. സോ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കുക എന്ന് മാത്രമേ ഈ അസുഖത്തിന് എന്താ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴിയുള്ളൂ. പിന്നെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്സിൻസ് അവൈലബിൾ ആണ്, എന്നിരുന്നാലും നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കുക. ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. പിന്നെ ഇതിന്റെ മെയിൻ സിംറ്റംസ് ഞാൻ പറഞ്ഞു, ലൂസ് മോഷൻ, ഫീവർ, നമ്മുടെ വീക്ക്നെസ് ഓഫ് ബോഡി, ഇതെല്ലാം കോളറയുടെ സിംറ്റംസ് ആണ്. സോ ഇത്രയും ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. മെയിൻലി 10 കോമൺ ഡിസീസസ് ആണ് കുട്ടികളിൽ കണ്ടുവരുന്ന 10 കോമൺ ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് വോക്സിംഗ് കഫ് ആണ്, വില്ലൻ ചുമ. നമ്മള് തമാശക്കാണെങ്കിലും വില്ല് പോലെ വളർന്ന് ചുമച്ച് വില്ല് പോലെ വളയുന്നത് കൊണ്ടാണ് വില്ലൻ ചുമ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോ വില്ലൻ ചുമ വേറെ പേരെന്തൊക്കെയാണെന്ന് പറഞ്ഞത്, പെർക്യൂസിസ്. വേറൊരു പേര് കൂടി പറഞ്ഞു, 100 days of cough. 100 days of cough for 100 days. 100 days of cough. ഇത് നമ്മൾ പറഞ്ഞാണ് ഡിഫ്തീരിയ അല്ലെ. ഡിഫ്തീരിയ മെയിൻലി അഫക്ട് ത്രോട്ട്, വിൻഡ് പൈപ്പ്, ട്രക്കിയ, അപ്പർ റെസ്പിറേറ്ററി പാർട്സിനെ അഫക്ട് ചെയ്യുന്നൊരു അസുഖമാണ് എന്ത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ നമ്മള് കില്ലർ ഡിസീസ് എന്നും പറയും. എന്താണ് പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിനെയാണ് ഇത് അഫക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വൈറ്റ് കളറിൽ ഒരു മെമ്പറൈൻ ഡെവലപ്പ് ആകുന്നു. അതിൽ നിന്ന് വരുന്ന ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസിനെ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ അഫക്ട് ചെയ്യും എന്ന് പറഞ്ഞു. ടെറ്റനസ് എന്ന് പറയുന്നത് TT നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ മുറിവുകളിലൂടെയാണ് ഈ TTയുടെ ജേംസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എൻറ്റർ ആകുന്നത്. മെയിൻലി ഈ TTയുടെ ബാക്ടീരിയ എവിടെയാണ് കാണുന്നത്, കൗഡം അല്ലെങ്കിൽ ഹോസ്റ്റൻ നമ്മുടെ മണ്ണിലുണ്ട്, മണ്ണില് പ്രസന്റ് ആണ്. ദെൻ പോളിയോനെ കുറിച്ച് പറഞ്ഞു. പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസബിലിറ്റി സംഭവിക്കുന്നത്. അതിന് മെഡിസിൻസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് മെഡിസിൻസ് കണ്ടെത്തിയിട്ടില്ല. പിന്നെ പോളിയോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആകെ വാക്സിനേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വാക്സിനേഷൻസ് ആണ് ഉള്ളത്. ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ വായിലൂടെ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്ന പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ രൂപേണ കൊടുക്കുന്ന പോളിയോ വാക്സിൻ. ഓക്കെ. പിന്നെ ഡിസെൻട്രി പറഞ്ഞു. അബ്നോർമൽ എന്താണ് ലൂസ് മോഷൻ, ആ ഒരു സിറ്റുവേഷനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഡിസെൻട്രി കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്ന എപ്പോഴാണ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് ആ ഒരു അസുഖം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരും. ദെൻ ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് പറഞ്ഞു. മഞ്ഞപ്പിത്തം അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള ഒരു അസുഖമാണ്. പെട്ടെന്ന് അസുഖം കണ്ടെത്താനും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോ ഫസ്റ്റ് ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ലിവർ മാൽഫങ്ഷനിങ് ആവും. പിന്നീട് നമ്മുടെ ബോഡിയിലെ മറ്റുള്ള ഇന്റേണൽ ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യും. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഫീവർ ഒക്കെ വന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക, ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ദെൻ നമ്മൾ പറഞ്ഞ അസുഖം മലേറിയ ആണ്. മലേറിയ ഏത് മൊസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? Anopheles mosquito. ഓക്കെ, കറക്റ്റ്. ഫീമെയിൽ അനോഫിലസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡിനെ കുറിച്ച് പറഞ്ഞു. മീസിൽസ്, കോളറ, ഇത്രയും അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അസുഖങ്ങളില്ലേ, കുട്ടികൾക്ക് കണ്ടുവരുന്ന അസുഖങ്ങളില്ലേ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വരുന്ന അസുഖങ്ങള്. അപ്പോ ഇന്ന് നമ്മള് സെമിനാർ എടുക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് സെമിനാറിന്റെ ടോപ്പിക്കാണ് തരുന്നത് കേട്ടോ.
ഡിസീസ് ആണ് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ്. ഓക്കെ, അപ്പൊ ഓരോരുത്തരും അവരെടുക്കാൻ പോകുന്ന അസുഖം ഇന്നതാണ്. എന്റെ പേരും പറയുകയാണെങ്കിൽ ഞാൻ അത് നോട്ട് ചെയ്യാം. ഇപ്പൊ മംസ് ഒരു എക്സാമ്പിൾ പറയാണ്. മംസ് എന്ന് പറയുന്ന അസുഖം ചുണ്ടുനീര് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മംസ് എന്ന് പറയുന്ന അസുഖം ഒരാൾ എടുക്കുകയാണെങ്കിൽ ആളുടെ പേര് കൂടി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു അസുഖം ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളത് പ്രസന്റ് ചെയ്യണം, സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, മംസ് ആരാ എടുക്കുന്നേ? ഞാൻ മംസ് തന്നെ ആദ്യം ചെയ്താലേ. ആരെടുക്കുന്നേ? ശരണ്യ. ഓക്കെ, ശരണ്യയുടെ പേര് എഴുതിട്ടാ. മിഥുന മോൻ പറഞ്ഞോ? വേറെ നോട്ടിലാണോ എഴുതേണ്ടത്? അല്ലാതെ നമുക്ക് ഇപ്പൊ ബുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, റെക്കോർഡ് ബുക്ക്, അതിലാണോ? നമ്മള് ചെറിയ നോട്ട്ബുക്ക് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിന് നോട്ട്ബുക്ക് ഉണ്ടാവില്ലേ, അതേപോലെ നോട്ട്ബുക്കിലാണ്. റെക്കോർഡിൽ ഒന്നും എഴുതണ്ട. റെക്കോർഡിൽ എഴുതാനുള്ളതൊക്കെ ജിഷാമിസ് തരും, അല്ലെങ്കിൽ ഞാൻ തരും. അപ്പൊ മാത്രം റെക്കോർഡ് എന്ന് പറയുമ്പോൾ മാത്രം റെക്കോർഡിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സെമിനാർ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കണം അതൊന്ന് പറഞ്ഞുതരാമോ? സെമിനാർ എന്ന് പറയുന്നത് നിങ്ങൾ ആ സെമിനാറിന്റെ പോർഷൻ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവണം. മംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലൊക്കെ നോക്കിയിട്ട് മംസ് എന്ന് പറയുന്ന അസുഖം എന്താണ്, അതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണ്, അതിന്റെ വാക്സിൻ എങ്ങനെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. എന്നിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെമിനാർ പ്രിപ്പയർഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാണ് വേണ്ടത്. നോട്ട്ബുക്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല, മലയാളത്തിലും എടുക്കാം. മലയാളത്തിൽ എടുക്കുകയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ടോപ്പിക്ക് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ മലയാളത്തിൽ എടുക്കുന്നതിന് പ്രശ്നമില്ല, ഇംഗ്ലീഷ് തന്നെ വേണമെന്നല്ലേ മാം പറഞ്ഞു? ഇല്ല, ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. മലയാളത്തിലും എടുക്കാം. ചില കുട്ടികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എടുക്കാറുണ്ട്, ചില കുട്ടികൾ ഇംഗ്ലീഷിൽ മാത്രം എടുക്കാറുണ്ട്. മലയാളത്തിൽ എടുക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ എടുക്കാം. ഡിപ്ലോമയില് മലയാളം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എങ്ങനെ അതേപോലെ തന്നെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടുന്നുള്ളൂ. നമ്മളുടെ ക്ലാസ്സുകളേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടുതലാണ്. അല്ല മാം, ആദ്യമൊക്കെ എടുക്കുമ്പോ ഫസ്റ്റ് മലയാളത്തിൽ എടുക്കാവുന്നോർത്ത അതാ ഞാൻ ചോദിച്ചതേ. ഫസ്റ്റ് ആയതുകൊണ്ട് അറിയില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇല്ല, ശരി. ഓക്കെ, മെൻസൈറ്റിസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട് മാഡം. അതിനെ കുറിച്ച് ആരാ സെമിനാർ എടുക്കുന്നേ? ഞാൻ എടുക്കാം മാഡം. സോജി അല്ലെ? അതെ. ഇല്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരും. പറയൂ. അടുത്തത് തക്കാളിപ്പനി. ഓക്കെ, അതാരാണ്? സുറുമി. ഞാൻ ന്യൂമോണിയ ചെയ്യാം. പേരെന്താണ്? ന്യൂമോണിയ അല്ലേടാ? ന്യൂമോണിയ. അടുത്തത് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ആരാണ്? പേര് പറഞ്ഞില്ല. അല്ലടെ ചിക്കൻ ബോക്സ് FMJ അതല്ലേ പറഞ്ഞത്? എങ്ങനെ? നസ്രീനാണോ പറഞ്ഞത് ചിക്കൻ ബോക്സ്? അതെ 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 അതെ. നസ്രീന. ഓക്കേടാ. നെക്സ്റ്റ് ശ്വാസം മുട്ടല്. ആസ്മ. ആരാണ്? മിഥുന. അലർജി. എന്താണ്? അലർജി ഉണ്ടല്ലോ. അലർജി അല്ലേ? ഒരു പേര് നാസിഫ. ഓക്കേടാ. ടീച്ചർ മലേറിയ. ഒരു പേര് രമ്യ. A. രണ്ട് രമ്യുണ്ട്. എന്റെ രമ്യ A. മലേറിയ വേണ്ടടാ. മലേറിയ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, നമ്മുടെ ടെസ്റ്റിലുള്ള ടോപ്പിക് അല്ലേ. ഡെങ്കു എഴുതണ്ട്. ഇല്ലാത്തത് വേണം. ഡെങ്കു എഴുതണ്ടോ? രമ്യ ഡെങ്കു
പിന്നെ കേട്ടോ. മാം എപ്പിലെപ്സി. എപ്പിലെപ്സി ആരാണ്? സരിഭവ്യ. പേര്? സരിഭവ്യ. സരിഭവ്യ. ഭവ്യ. ഓക്കേടാ. കൊറോണ. കൊറോണ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന അസുഖമാണോ? അല്ല അല്ല, കുട്ടികളത് മാത്രമേ പറ്റുള്ളൂ. കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോബിയ കൊറോണയെ കുറിച്ച് കേരളത്തിൽ ആരോട് ചോദിച്ചാലും കൊറോണയെ കുറിച്ച് A to Z കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് ടോപ്പിക് വേണ്ടെന്ന് പറഞ്ഞത്. മാം ദശ. മനസ്സിലായില്ല. ദശത്തിൻ്റെത് മൂക്കിലുള്ള ദശ അല്ലേ? ദശ. മോന്റെ പേര്? തസ്മിയ. തസ്മിയ. ഓക്കെ. മാം ഫോബിയ. പറഞ്ഞു. ഫോബിയ. ഫോബിയയോ? ഫോബിയ. ഫിയറോ? അതെ. ഫിയർ വേണ്ടടാ. ഫിയർ വെച്ചാ ചിക്കൻ ഗുനിയ. മാം ഒരു കാര്യം. ചിക്കൻ ഗുനിയ. ഫിക്സ് പറ്റുമോ? ഫിക്സ് പറ്റൂടാ. ചിക്കൻ ഗുനിയ മേനിയല്ലേ? എപ്പിലെപ്സി ഞാൻ പറഞ്ഞിരുന്നല്ലോ മാം. ജിൻസിയുടെ ചിക്കൻ ഗുനിയ പറഞ്ഞിട്ടുണ്ടടാ. ADHD എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ADHD. മാം ഞാൻ അങ്ങനെ ഒരു ഷാഡോ ടീച്ചറാണ്. മനസ്സിലായില്ല അശ്മി? ഓക്കെ. അത് എന്താണ്? എന്റെ ആരെ പേര് എഴുതിയിട്ടുള്ള ഹസീനയാണോ എഴുതിയിട്ടുള്ളത്? ഭവ്യ പറഞ്ഞിട്ടുണ്ട്. ഭവ്യ പറഞ്ഞിട്ടുണ്ട്. എപ്പിലെപ്സി. മിസ് എക്സ്ക്യൂസ് മീ, എന്റെ പേര് എഴുതിയായിരുന്നു. ADHD ആണോ? മോനെ ഏതായിരുന്നു? ചിക്കൻ ബോക്സ്. ജിൻസി പേര് ആണോ ചിക്കൻ ഗുനിയാണോ? ചിക്കൻ പിങ്ക് ഐ അല്ലേ? അത് കുട്ടികൾക്ക് ഉണ്ടോ മിസ്സേ? ചിക്കൻ ഗുനിയ. എന്താടാ? ചിക്കൻ ഗുനിയ കുട്ടികൾക്ക് വരുന്നതാണോ? അത് കൊതുകുകൾ മൂലം വരുന്ന അസുഖം അല്ലേ? കൊറോണ ഡയബറ്റിക്സ്. ടൈപ്പ് 1 ഡയബറ്റിക്സ് ഇല്ലേ? സ്നേഹല്ലേ? ടൈപ്പ് 1. ഓക്കെ. ഡയബറ്റിക് അല്ലേ? ഇയർ ഇൻഫെക്ഷൻ. ഓക്കെ. ആമി ഇയർ ഇൻഫെക്ഷൻ കേൾക്കാറുണ്ട്. പറയണ കേൾക്കണ്ടായിരുന്നില്ല. പറഞ്ഞു. ആമി. അബീറ റുബല്ല ട്ടോ. മാം അത് മാറ്റിയിട്ട് ഓക്കെ. അത് ഇത്രയും ഞാൻ എഴുതുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ആ സമയത്ത് ഇനി ഈ ഇതിനേക്കാൾ കൂടുതൽ അസുഖങ്ങൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? മാം വേറെ അസുഖം നമ്മളിപ്പോ ഒന്ന് തന്നെ അല്ലാണ്ട് വേറെയും പറഞ്ഞൂടെ? പ്രശ്നമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. സെമിനാറിൽ അന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സെമിനാറിന് പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഞാൻ ഇത്രയും പേരുടെ പേര് മാത്രം എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങൾ ബാക്കിയുള്ളവരും എഴുതിക്കോ, എന്നിട്ട് പ്രസന്റ് ചെയ്തോട്ടെ. അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പൊ ആ സമയത്ത് നോട്ട് ചെയ്തോളാം കേട്ടോ. ഇയർ ഇൻഫെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത് ഇയർ ഇൻഫെക്ഷൻ? ആമി. അതിനോട് പറഞ്ഞൂടെ? അതിനോട് മോനല്ലേ പറഞ്ഞത്? മൃദുല. ശരണ്യയുടെ പേര് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയിട്ടുണ്ട്. അല്ല, അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ മൂക്കില് ദശ വളർച്ച തന്നെയല്ലേ? രണ്ടും സെയിം ഇതല്ലേ? ദശയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? രണ്ടും സെയിം ആണ്. അഡിനോയിഡും ദശയും സെയിം ആണ്. അതാരാ പറഞ്ഞത്? ഞാനാണ് മിസ് പറഞ്ഞത്. തസ്നിയാണ് പറഞ്ഞത്. സോറിടാ മിഥുന.
വേറെ ടോപ്പിക് മോൻ സെലക്ട് അതെ, ചെയ്തു. മോക്കുണ്ട്, അതാ ഞാൻ അടുത്തത്. മോക്കുണ്ടായിരുന്നേ, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ നമ്മൾ ടോപ്പിക് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അമീബിക്ക് പറയാം. അനീമിയ, അനീമിക് അത് പറയാലോ അല്ലേ? ഈ അപ്പൊ നിങ്ങൾക്ക് കണ്ണില് പഴുപ്പ് വരുന്നതുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ടോപ്പിക് സെലക്ട് ചെയ്യാം. ഞാൻ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാട്ടോ. TB, ട്യൂബർകുലോസിസ് പറയാം. പിന്നെന്താണ്, അനീമിയ പറയാം. പിന്നെന്താണ്, ADHD വേണമെങ്കിൽ പറയാം. റെഡ് ഐ, നമ്മുടെ പിങ്ക് ഐ, അത് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരാം. ഓക്കെ. എന്താണ് നവമി? സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ അത് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? ഇൻഫെക്ഷൻ, സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ. സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ മീൻസ് ലൂസ് മോഷൻ ആണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തത്തില് നമുക്ക് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുമ്പം വെളിന്ന് അപ്പോ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസീസ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ അത് നോക്കിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. പല്ലുവേദന വരുന്നത് പറഞ്ഞു. ഡയറിയ എടുക്ക്, ഡയറിയ. വായ്പുണ്ണ് പറയാൻ പറ്റുമോ? വായ്പുണ്ണ് പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ. ഇനി ആരുടെയും പേര് എഴുതുന്നില്ല. അവരവരുടെ ടോപ്പിക് സെലക്ട് ചെയ്യാം. റിപ്പീറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരാൾ മംസ് എഴുതിന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പൊ രണ്ടുപേരും മംസ് എടുക്കുന്ന വെച്ചൊന്നും പ്രശ്നമില്ല. ഞാൻ ഇന്ന ടോപ്പിക് തന്നെയാണ് മിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മംസ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആള് മംസ് ആണെങ്കിൽ മിസ് ഞാനും മംസ് തന്നെയാണ്, ഞാൻ പ്രസന്റ് ചെയ്തോട്ടെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്ററിൽ ആകെ 10 ഡിസീസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ആകെ 10 അസുഖങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് വരുന്നത്, അതിൽ കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. ഡിസ്കസ് ചെയ്തൂടെ? ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ അസുഖങ്ങളെ പേരെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കായിട്ട് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചെയ്തു. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. The above said diseases are common among young children. കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. So it is the duty of the teachers to see that all the students in the school are healthy and free from the disease. നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ല, അവരെല്ലാവരും അസുഖങ്ങളൊക്കെ ഫ്രീ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ടീച്ചേഴ്സിനുണ്ട്. If she find any student distressed from any disease, isolate them from other precautionary measures to prevent spreading of this disease. ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സപ്പോസ് ഇനി ഒരു കുട്ടിക്ക്, നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാം. പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാം. നമ്മള് ഈ അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സും കാര്യങ്ങളും എടുക്കാം. അവർ ഐസൊലേറ്റ് ചെയ്യും. ഒരാൾക്ക് ഭയങ്കര ചുമയാണ്, ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ ചുമയുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ പാരന്റ്സിനോട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എമർജൻസി ആണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ആ കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കാം. ഓക്കെ. അപ്പോ ഈ ഞാനും എനിക്ക് സിംറ്റംസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ വായില് ചെറിയൊരു വൈറ്റ് കളറിലെ മെമ്പറൈൻ, ഒരു വെള്ള കളറിൽ ഒരു പാട കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫ്തീരിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ചെറിയ കാലില് ചെറിയൊരു മുറിവ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫസ്റ്റ് എയ്ഡ്. കുട്ടികൾക്ക് ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? കുട്ടികളെ സംബന്ധിച്ച് ഓൾഡ് ആക്സിഡന്റ് ആണ് കിട്ടിയെന്നല്ലേ പറയുന്നത്.
എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ആക്സിഡന്റും കാര്യങ്ങളും കുട്ടികൾക്ക് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്ററുടെ പേര് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. നമുക്ക് പ്രോപ്പർ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ടെമ്പററി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ള പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ ട്രീറ്റ്മെന്റ് അല്ല, ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ്. ആ ഒരു ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഇഞ്ചുറിയുടെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡന്റ്സ് ചിലപ്പോൾ സംഭവിക്കാം. സ്കൂളുകളിലൊക്കെ ആവുമ്പോൾ ചിലപ്പോ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ചിലപ്പോ കുട്ടികള് എന്ത് ചെയ്യാൻ, ഫെയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മുറിവുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അവർ കളിക്കാനായിട്ട് വരുന്ന സമയത്ത് ചെറിയ മുറിവുകൾ എന്തെങ്കിലും സംഭവിക്കും അല്ലേ. ഇതൊക്കെ കോമൺലി ആണ്. അപ്പോ നമ്മള് ടീച്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നതിനെ കുറിച്ച് നമുക്കൊരു നല്ല അറിവ് ഉണ്ടായിരിക്കണം അല്ലെ. നോക്കാം, ചാപ്റ്ററിലേക്ക് വരാം. പാർട്ട് 1 യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആക്സിഡന്റ് സ്കൂൾ. അപ്പോൾ സ്കൂളുകളിൽ ആക്സിഡന്റ് സംഭവിക്കുക എന്നത് നാച്ചുറൽ ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി പെർസ്യൂം സംതിങ് ഹാസ് ടു ബി ഡൺ ടു ദ ഇൻജേർഡ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് ആ ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണ് നമ്മൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെ, ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഇറ്റ് ഈസ് റിലീഫ് ഗിവൺ ടു ദ പേഷ്യന്റ് ബിഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ബൈ എ ഡോക്ടർ ഇസ് മെയ്ഡ് അവൈലബിൾ. ഒരു ചെറിയ റിലീഫാണ്, പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു റിലീഫാണ്, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു റിലീഫ് മാത്രമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ആക്സിഡന്റ് പറ്റിയ ഫസ്റ്റ് 2 hours എന്ന് പറയുന്നത് നമ്മള് ഹോസ്പിറ്റലൊക്കെ കാണുന്നത് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഫസ്റ്റ് 2 hours ചില ആ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ടൈം പീരീഡ് ആണ് ഈ ഫസ്റ്റ് 2 hours. ആ ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പേഷ്യന്റിന് ജീവൻ നിലനിർത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ മരണം സംഭവിക്കും. സോ ഒരു ഫസ്റ്റ് എയ്ഡിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരാളുടെ ലൈഫിൽ. ഫസ്റ്റ് എയ്ഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ഗിവൺ ടു ഓൺ ദ സ്പോട്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആണ്, ആ ഒരു സ്പോട്ടിൽ, ആ ഒരു സ്ഥലത്ത്, ആ ഒരു സമയത്ത് കൊടുക്കണം. ഇൻജേർഡ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഇസ് റീച്ച്ഡ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ സ്കൂൾസ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ ഉണ്ടാവാറുണ്ട് സ്കൂളുകളിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നത്. Schools are kept to keep adequate number of first aid kit. നമ്മൾ adequate number of first aid kit സ്കൂളുകളിൽ കീപ്പ് ചെയ്യണം. The service of nursing assistant should be made available. സർവീസ്, നമ്മൾ നഴ്സിംഗ് അസിസ്റ്റൻസിന്റെ സർവീസ് മെയ്ഡ് അവൈലബിൾ ആവണം. 1000 above സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ് കമ്പൽസറി വേണം. ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ ടു ബി ഇൻക്ലൂഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. അപ്പോ എല്ലാവരും വീട്ടിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ടോ? വീട്ടിലുണ്ടോ? ആഷ്മിയുടെ വീട്ടിലുണ്ട്, മിഥുനയുടെ വീട്ടിലുണ്ട്, വിദ്യയുടെ വീട്ടിലുണ്ട്. കുറച്ച് പേരുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് അല്ലെ? എന്റെ വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. സാധാരണ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കീപ്പ് ചെയ്യാറ്? നമ്മുടെ വീട്ടിലുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സില് കോട്ടൺ, ബാൻഡേജ്, കോട്ടൺ, ഓയിൽമെന്റ്, സിസേഴ്സ്, ഓയിൽമെന്റ്, പിന്നെ പൊടി പോലത്തെ ഹൈഡ്രജൻ
കേൾക്കുന്നില്ല എല്ലാവരും ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ കേട്ട് ബാൻഡേജ്. ഓക്കെ, പിന്നെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഉണ്ടാവും പൊള്ളലിനൊക്കെ പറ്റുന്ന. എന്റെ ബോക്സിൽ മെയിൻ ആയിട്ട് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഉണ്ട്. കാരണം എപ്പോഴും കിച്ചണിൽ നിന്ന് പൊള്ളല് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടാറ്. ശ്രദ്ധ കുറച്ച് കുറവായതുകൊണ്ടാണ് തോന്നുന്നു. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് എനിക്ക് പൊള്ളലിട്ടാറുണ്ട്. സോ ഞാനത് ഫ്രിഡ്ജിന്റെ മുകളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എപ്പോഴാണ് എമർജൻസി വരുന്നത് തന്നെ പോയി അതെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ നമ്മൾ സ്കൂളുകളിലും വീടുകളിലും കീപ്പ് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ, എല്ലാവരുടെ വീട്ടിലും. നമുക്ക് വേണ്ട എമർജൻസി ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബോക്സ് എടുത്ത്, ഒരു വൈറ്റ് ബോക്സോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാമാണ് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നു അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. എന്റെ വീട്ടില് പാരസ്റ്റമോള്, സൈക്ലോബാം, അങ്ങനെ കുറെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൂടി, പിന്നെ വിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുന്നത്. പിന്നെ മൂവ്, ചില വേദനയ്ക്കൊക്കെ പറ്റുന്ന മൂവ്, അങ്ങനെ കുറെ ലിസ്റ്റ് ഒരു ഐറ്റംസ് ഉണ്ട് ആ ബോക്സിൽ. ബോക്സ് നിറഞ്ഞിട്ട് ബാക്കിയുള്ള എന്താ പറയാ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ പുറത്തായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ ഫാമിലീസിലും അതേപോലെ എല്ലാ സ്കൂളുകളിലും വേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാമാണ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫോളോയിങ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ടതാണ് കോട്ടൺ ബോൾ. എല്ലാവർക്കും അറിയാം അല്ലെ? കോട്ടൺ ബോൾ അറിയാലോ, കോട്ടൺ പഞ്ഞി. ഓക്കെ, പിന്നെ പറയുന്ന ടേപ്പാണ്. നമ്മൾ മുറിവിലൊക്കെ മുറിവൊക്കെ വന്ന് ക്ലീൻ ചെയ്തതിനു ശേഷമൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന ആ വൈറ്റ് കളറിലൊരു ടേപ്പ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ആ ടേപ്പാണ് പറയുന്നത്. പിന്നെ ബ്രഷ് എന്ന് പറയുന്നത് ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ്. റോളർ ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുമല്ലോ, വൈറ്റ് കളറിലെ റോളർ ബാൻഡേജ് ആണ് കേട്ടോ. സ്ട്രെച്ച് ബാൻഡേജ് ആണ് റോളർ ബാൻഡേജ്. ചതവൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. ഓക്കെ, കണ്ടിട്ടുണ്ടോ? പിന്നെ സേഫ്റ്റി പിൻ പറയുന്നുണ്ട്. സേഫ്റ്റി പിൻ ജസ്റ്റ് ഈ റോളർ ബാൻഡേജ് തന്നെ യൂസ് ചെയ്യും നമ്മൾ സേഫ്റ്റി പിൻസ് ഒക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ചെറിയ വല്ല ആരോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനോ റിമൂവ് ചെയ്യാനായിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് പറയുന്നത് ട്രയാങ്കുലർ ബാൻഡേജ് ആണ്. പെട്ടെന്ന് നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബാൻഡേജ് ട്രയാങ്കുലർ ബാൻഡേജ് ആണ് കേട്ടോ. നമ്മൾ താഴ്ത്തിയിട്ടുണ്ട് പോണേക്കാളും നല്ലത് ട്രയാങ്കുലർ ബാൻഡേജ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഇതാണ് ട്രയാങ്കുലർ ബാൻഡേജ്. നീഡിൽസ് അറിയാലോ എല്ലാവർക്കും. ഒലിവ് ഓയില് എന്ന് പറയുന്നത്, ഒലിവ് ഓയില് ശരിക്കും പറഞ്ഞാല് പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരട്ടുന്നത് നല്ലതായിരിക്കും. പൊള്ളലിന് ഒരു പരിധി വരെ ഒലിവ് ഓയിൽ നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടീസേഴ്സ്, സ്പ്ലിന്റർ എന്നൊക്കെ പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടീസേഴ്സ്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടീസേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബ്രോണിക്ലിന്റെ ബാൻഡേജ് ഉണ്ട്. ബ്രോണിക്ലിൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ്. നെക്സ്റ്റ് ആയിട്ടുള്ള ബ്രോണിക്ലിൻ ബാൻഡേജ് എന്ന് പറയുന്നത് ഒരു മുറിവ് പൊടിയും കൂടി ഉണ്ടാവും ആ ഒരു ബാൻഡേജില്. നമ്മളത് റോൾ ചെയ്യുമ്പോൾ മുറിവ് പൊടി സ്റ്റിച്ച് പൗഡർ കൂടെ ഉണ്ടാവും. പിന്നെ സ്പ്ലിന്ററും ഇതേപോലെ ടീസർ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. സോൾട്ട് എന്ന് പറയുന്നത്
ഇപ്പൊ സോൾട്ട് സാധാരണ നമ്മുടെ സോൾട്ട് ആണ്. കാർബോളിക് ആസിഡ്, ഫിനോയിൽ, ഡെറ്റോൾ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലീൻ, നമ്മൾ മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിനെഗർ എന്ന് പറയുന്നത് നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്പിരിറ്റിന് പകരം യൂസ് ചെയ്യാം, വിനെഗർ യൂസ് ചെയ്യാൻ പറ്റും. സ്പൂൺ, ചില സിറ്റുവേഷനിൽ നമുക്ക് സ്പൂൺ ആവശ്യം വരും. ടിഞ്ചർ ഓർ അയഡിൻ എന്ന് പറയുന്നത്, നമ്മള് ടിഞ്ചർ എന്ന് പറഞ്ഞാല് മുറിവെണ്ണ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. കുഴമ്പൊക്കെ ഇല്ലേടാ, നമ്മള് കുഴമ്പൊക്കെ ചതവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴമ്പൊക്കെ പറ്റില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് ടിഞ്ചർ ഓർ അയഡിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിനിമം നമ്മൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് സ്കൂൾ ഒരാൾ റീഡ് ചെയ്യാൻ പറ്റുമോ? പോയിന്റ്സും കൂടി റീഡ് ചെയ്യണം കേട്ടോ. 18 പോയിന്റ്സ് ഉണ്ട്, അതും കൂടി ഒന്ന് റീഡ് ചെയ്യണേ. ഓക്കെ, ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യും. ഫസ്റ്റ് എയ്ഡ് മുതലാണോ മാം? ആ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന് സ്കൂൾ മുതൽ ഉറക്കി വായിക്കണം കേട്ടോ. It is natural to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to the injured. This kind of treatment is called a first aid. First aid is not a proper treatment. It is relief given to the patient before proper treatment by a doctor is made available. First aid is defined as the treatment that is given on the spot before the actual medical aid is reached. First aid unit in the school. Schools are expected to keep an adequate number of first aid kits. The service of a nursing assistant should be made available. The following are essential to the included in the first aid kit: cotton wool tape, brush, roller bandage, safety pin, triangular bandages, needle, scissors, olive oil, tweezers, boric lint, splinter, salt, carbolic acid, sodium bicarbonate, vinegar, spoon, tincture or iodine. ഓക്കെ, അപ്പോ ടോപ്പിക് ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട ഐറ്റംസിനെ കുറിച്ച് ഏകദേശം മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, പറഞ്ഞു രമ്യ. കുറച്ചു മുമ്പ് മാം ഒരു ഡിസീസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ADHD എന്ന് HE. അത് ഡിസീസ് അല്ലടാ, ഇതൊരു അവസ്ഥയാണ്. അതൊന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ഇതായിട്ട് പറഞ്ഞതാണ്, സെമിനാറിന്റെ ടോപ്പിക് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ. ADHD എന്ന് പറയുന്നത് അതിന്റെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സെമിനാറിന് വേണ്ടിയിട്ട് ADHD എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മാം, ഞാൻ ഷാഡോ ടീച്ചറാണ് മാം ADHDയുടെ. ആണോ? ഷാഡോ ടീച്ചർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ വിദ്യോദയയിൽ വർക്ക് ചെയ്യാണ്. മോനൊക്കെ എടുക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടല്ലോ ADHD? ഞാൻ പറയാം. കാരണം നമുക്ക് കൂടുതലായിട്ട് റിയൽ എക്സ്പീരിയൻസ് മോന് കൂടുതലായിരിക്കും അല്ലേ? ആ ടോപ്പിക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്ക് കേട്ടോ. ഓക്കെ, ഓക്കെ.
ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളാം. നമ്മളിപ്പോ യൂണിറ്റ് 4 കഴിഞ്ഞല്ലോ, അതിന്റെ എക്സാം നടത്തോ? ആ, ഉദ്ദേശിച്ചത് മോക്ക് ടെസ്റ്റ് അല്ലേ മോൻ? ആ, അപ്പൊ നാളെ ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോഴേക്ക് നിങ്ങക്ക് യൂണിറ്റ് 4ന്റെ മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ഏകദേശം ഒരു ധാരണ കിട്ടും. ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. എന്നിട്ട് സ്കൂളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് വേണമെന്ന് പറഞ്ഞില്ലേ മിസ്സേ? അത് എത്ര കുട്ടികൾ ഉണ്ടെങ്കിലാണെന്നാ പറഞ്ഞത്? അത് എല്ലാ സ്കൂളുകളിലും ഇപ്പൊ നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാവാറില്ല. ചിലപ്പോ 1000 അല്ലെങ്കിൽ ഒരു 750 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് പറയാറുണ്ട്. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിലും പറയാറുണ്ട് കേട്ടോ. ആയിട്ട്. വേറെ എന്തെങ്കിലും? സെമിനാർ നെക്സ്റ്റ് മൺഡേ ആകുമ്പത്തിന് പോരെ? മതി, നെക്സ്റ്റ് മൺഡേക്ക് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ജോബ് സാറില് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ലീവ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കയറാറൊക്കെ ഉണ്ട് ക്ലാസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു ടോപ്പിക്കും കൂടി നോക്കിയാലോ. ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നത് തന്നെയാണ്. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡഡ്. ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ടൈമിൽ കറക്റ്റ് ആയിട്ട് ടൈമിൽ തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. ടു കണ്ടെയ്ൻ ഓൾ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും വേണം. ടു റിമൂവ് ദ കോസ് ഓഫ് ഇൻജുറി ടു ദ പേഷ്യന്റ്. നമുക്ക് ചിലപ്പോ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ഇൻജുറി, ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ശ്രമിക്കാം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ഇൻജുറി. ഇപ്പോ ബ്ലീഡിങ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻജുറിയിൽ നിന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും. ഇൻജുറിയിൽ നിന്ന് ബ്ലീഡിങ് വരാതിരിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ ഇൻജുർഡ് പാർട്ട് ഇവിടെ ആണെങ്കിൽ അത് ഇങ്ങനെ ഇടുമ്പോൾ ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഉയർത്തി പിടിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്ലീഡിങ് ഒരു പരിധിവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ടു ചെക്ക് ദ റെസ്പിറേഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. ആൻഡ് ടു റീസ്റ്റാർട്ട് ഇറ്റ് ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. സപ്പോസ് ഇനി എന്തില്ല ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ് വഴി നമുക്ക് ബ്രീത്തിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വഴി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ടു കവർ ദ വൂണ്ട് ഓഫ് ഇൻജുറി. നമുക്ക് ആ ഒരു വൂണ്ട് ഓഫ് ഇൻജുറി കവർ ചെയ്യാനായിട്ട് പറ്റും. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് എ നോർമൽ ലെവൽ. പേഷ്യന്റ് ടെമ്പറേച്ചർ ആ ഒരു നോർമൽ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ ലോ ആയി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇപ്പോ നമ്മള് ഡ്രോണിങ് നമ്മള് എന്താ പറയാ ചില സിറ്റുവേഷനിൽ അങ്ങനെ വരാറുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് എയ്ഡ്സുകളെ കുറിച്ചിട്ടും നെസസറി സിറ്റുവേഷൻസ്, ആക്സിഡന്റ് എന്തൊക്കെയാണ്, അതിന് കൊടുക്കേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് കൂടി ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
മാം, ടു റിമൂവ് ദ കോസസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? എടാ ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ സ്പോർട്ട് ഗ്രൗണ്ടിന്റെ അടുത്ത് കുറച്ച് എന്താണ് ഗ്ലാസസ് പൊട്ടിയത് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം കുട്ടികൾ അവിടെ കളിക്കാൻ പോകുന്നു, ആ ഗ്ലാസസിൽ അവരുടെ കാല് കൊള്ളാനും മുറിവ് സംഭവിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ആ ഒരു കോസസ് ഓഫ് ഇഞ്ചുറി റിമൂവ് ചെയ്യുക, ആ ഒരു സ്ഥലം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. സപ്പോസ് അത് വേണ്ട, ഇനിയിപ്പോ നമ്മള് ആ ഒരു ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമുണ്ട്. കാടൊക്കെ വരുമ്പോ തന്നെ നമുക്ക് പേടി എന്താ, സ്നേഹിനെ കുറിച്ചിട്ടാണ് അല്ലെ. സ്നേക്സ് ഒക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നല്ല ക്ലീൻ ആയിട്ട് ഇടുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ആ ഒരു ഇഞ്ചുറി വരാനുള്ള കാരണം നമ്മൾ മാക്സിമം ഒഴിവാക്കാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി. ഓക്കേടാ. സ്കൂളിൽ JRC സ്റ്റുഡൻസിനൊക്കെ ഈ ഡ്യൂട്ടി കിട്ടലുണ്ട് എന്ന് പറയാറുണ്ട്. ശരിക്കും അതെ. കാരണം അവർക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിൽ വീട്ടിൽ എവിടെ അവർക്ക് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യം വിട്ടുപോയിട്ടില്ല. നിർബന്ധമായിട്ട് ആക്ടിവിറ്റി ആയിട്ടൊന്നല്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറയുന്നത്, പക്ഷെ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കമ്പൽസറി ആയിട്ട് ആക്ടിവിറ്റി പറഞ്ഞോടാ. മാം, എന്റെ മോള് ബാൻഡേജ് കണ്ടാല്, കൈ മുറിയണ കണ്ടാല് പെട്ടെന്ന് എടുത്തുകൊണ്ട് തരും ഒട്ടിക്കാൻ വേണ്ടിട്ട്. ആണോ? അപ്പോ എല്ലാവർക്കും കുട്ടികൾക്കും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ബാൻഡേജ് എങ്ങനെയാണ്, അവർക്ക് ബോണ്ടിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതെ മാം. ഞാൻ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സെമിനാർ പ്രിപ്പയർഡ് ആയിട്ട് വരാം. സെമിനാറിന്റെ കുറച്ച് കുട്ടികളുടെ പേര് മാത്രം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവര് അവരവരുടെ ടോപ്പിക് സെലക്ട് ചെയ്യുക, അവര് പ്രസന്റ് ചെയ്യാനുള്ള ടൈം അലോക്കേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സെമിനാറിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാനായിട്ട്. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? രമ്യാണ് ടീച്ചർ. പറഞ്ഞോ രമ്യ. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അപർണ ടീച്ചറിനോട് നന്ദി പറയുന്നു. ഇന്ന് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ മീസിൽസ് ആൻഡ് കോളറ എടുത്തിട്ട് ആ യൂണിറ്റ് കംപ്ലീറ്റഡ് ആയി. സെമിനാറിനുള്ള ടോപ്പിക്കും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്തു കൊണ്ടുവരണം. നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എടുത്തു. ഡ്യൂട്ടീസ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് വരെ ആക്കി നിർത്തിയേക്കുന്നു. ഞങ്ങൾ ഡൗട്ട്സ് എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആക്കി തന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു അപർണ മാം. എൻ്റെ കൂട്ടുകാരോട് നന്ദി പറയുന്നു. ക്ലാസ്സിനെ നല്ല ലൈവ് ആക്കി നിർത്തി, ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് താങ്ക് യു മൈ. താങ്ക് യു. താങ്ക് യു രമ്യ. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, ma'am. Thank you, miss. Thank you.